ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട ചിലവ് കുറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കി ക്ലീനാക്കി ഇടുക. വീട്ടിനകത്തെ മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു നെഗറ്റീവിനെ പുറത്താക്കി പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യേണ്ടത്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വീട്ടിലെ പൂജാ റൂമുകളെല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ചെറിയ പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് പൂക്കളിട്ട് വെക്കുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പോസിറ്റീവ് എനർജി അതുവഴി നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറും. വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ സാമ്പ്രാണിത്തിരിയോ ചന്ദനത്തിരിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ കത്തിക്കാറുണ്ട്. ആ ഒരു മണം തന്നെയും ഒരു ഫ്രഷ്നെസ്സാണ്. ആ ഒരു മണം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മളത് കത്തിക്കുന്നതിലൂടെ ഒരു ഫ്രഷ്നെസ്സാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ലക്കി ബാമ്പു, മണി പ്ലാന്റ് ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് വെക്കുന്നത് വഴി ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ കണ്ണാടി ഗ്ലാസ്സിൽ നമ്മൾ നാരങ്ങയിട്ട് വെക്കുന്നതും പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ പൂജാ റൂമിൽ ഉപ്പ് ദീപം കൊളുത്തുന്നതും അരി വെക്കുന്നതും പൈസകൾ വെക്കുന്നതും കണ്ണാടി വെക്കുന്നതും മയിൽപ്പീലി വെക്കുന്നതും എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ചെറിയ ചെറിയ പ്രാണികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തും ജനലൊക്കെ കൂട് കൂട്ടുന്ന കണ്ടില്ലേ, അതും പോസിറ്റീവ് എനർജിയെ സ്വാഗതം ചെയ്യും.